തേർഡ് സ്റ്റാൻഡേർഡിലെ മലയാളം ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. പപ്പുവിന്റെ ഡയറി. അപ്പൊ പപ്പുവിന്റെ ഡയറിയാണ് ചുവടെ തന്നിരിക്കുന്നത്. അത് വായിച്ചിട്ട് അതിന്റെ ചുവടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിനൊക്കെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. അവിടെ കണ്ടോ, ഡയറി എഴുതുമ്പോ തീയതിയും കൊടുത്തിട്ടുണ്ട്, ദിവസം തന്നിട്ടുണ്ട്, കണ്ടോ. എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. മുത്തശ്ശി മാവിന്റെ ചുവട്ടിലിരുന്ന് കുറെ നേരം കളിച്ചു. ഞങ്ങൾക്ക് മുത്തശ്ശി മാവിനെ ഒത്തിരി ഇഷ്ടമാണ്. കളിക്കാനും പഠിക്കാനും കഴിക്കാനും ഒക്കെ ഞങ്ങൾ ആ തണലിൽ ഒത്തുകൂടാറുണ്ട്. നേരം പുലർന്നാൽ അവിടെ കലോത്സവം പതിവാണ്. കിളികളുടെ സംഗീത കച്ചേരിയും ചില്ലകളുടെ കൈക്കൊട്ടിക്കളിയും കാറ്റിന്റെ ചൂളം വിളിയുമാണ് പ്രധാന ഇനങ്ങൾ. ഞങ്ങളെ പോലെ പക്ഷികൾക്കും മുത്തശ്ശി മാവിനെ ജീവനാണ്. പൂത്തിരി കത്തിച്ചതുപോലെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ കണ്ണെടുക്കാനേ തോന്നില്ല. കയ്യെത്താ ഉയരത്തിൽ ആയതിനാൽ താഴെ നിന്ന് ഞങ്ങൾ കൊതിയോടെ നോക്കും. ഞങ്ങളെ നിരാശപ്പെടുത്താതിരിക്കാൻ കാറ്റ് വരുമ്പോൾ ആ പൂത്തിരി ശകലങ്ങൾ തലയിലേക്ക് ചൊരിയും. ഇടയ്ക്കൊക്കെ ഇളം പച്ച ഉടുപ്പിട്ട് തിളങ്ങി നിൽക്കാറുണ്ട്. ഇപ്പോൾ കമ്മലണിഞ്ഞ് സുന്ദരിയായി നിൽക്കുകയാണ് മുത്തശ്ശി മാവ്. പച്ചച്ചായം തേച്ച ചെറിയ തൂക്കുകമ്മൽ. കളിക്കിടയിൽ കുസൃതിക്കുട്ടിയെ പോലെ കമ്മലുകൾ ഊരിയെറിഞ്ഞു. തോളിൽ ഏറു കിട്ടി മുകളിലേക്ക് നോക്കിയപ്പോൾ കള്ളച്ചിരിയോടെ കൈവീശി തലയാട്ടി യാത്രയാക്കി. സ്കൂൾ അടയ്ക്കുകയാണ്. ഇനി മുത്തശ്ശി മാവിനോടൊപ്പം കളിക്കാൻ മാസങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ കമ്മലുകൾ സ്വർണ്ണ നിറത്തിലാകും, സൗന്ദര്യം കൂടും. ആ സ്നേഹമധുരം നുണയാൻ ഞാൻ കാത്തിരിക്കുകയാണ്. പപ്പുവിന്റെ ഡയറി വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. പപ്പു മുത്തശ്ശി മാവിനെ കുറിച്ചിട്ട് എഴുതിയ ഡയറിയാണ് അല്ലെ. ചുവടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, മുത്തശ്ശി മാവിലെ കലോത്സവത്തിന് ആരാണ് സംഗീത കച്ചേരി നടത്തുന്നത്? ആരാണ്? നമ്മൾ കണ്ടല്ലോ അല്ലെ. കിളികളല്ലേ? കിളികൾ എന്ന് എഴുതാം കേട്ടോ. ബി ക്വസ്റ്റ്യൻ നോക്കാം. കരം എന്ന പദത്തിന് പകരം ഉപയോഗിച്ച വാക്കേത്? അവിടെ കിളികളുടെ സംഗീത കച്ചേരിയും ചില്ലകളുടെ കൈക്കൊട്ടിക്കളിയും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കരം എന്ന വാക്കിന് പകരപദമായിട്ട് ഉപയോഗിച്ച വാക്ക് ഏതാണ്? കൈ എന്നാണ്. സി ആണ് കേട്ടോ ആൻസർ വരിക. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഡയറി കുറിപ്പിൽ മാവ് തളിർത്തു എന്ന് സൂചിപ്പിക്കുന്ന വാക്യം ഏത്? മുത്തശ്ശി മാവിനെ പൂത്തിരി കത്തിച്ചതുപോലെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ കണ്ണെടുക്കാനേ തോന്നില്ല എന്ന് പറയുന്നില്ലേ, അതാണ് അല്ലെ. പൂത്തിരി കത്തിച്ചതുപോലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന മുത്തശ്ശി മാവ് എന്നാണല്ലേ. ക്വസ്റ്റ്യൻ നോക്കാം. പൂത്തിരി കത്തിച്ചതുപോലെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ കണ്ണെടുക്കാനേ തോന്നില്ല. അടിവര ഇട്ടിരിക്കുന്ന പദക്കൂട്ട് പ്രകടമാക്കുന്ന ഭാവം ഏത് എന്നാണ്. ഏതാണ് അടിവര ഇട്ട പദക്കൂട്ട്? കണ്ണെടുക്കാനേ തോന്നില്ല എന്നാണ് അല്ലെ. അതൊരു ഇഷ്ടം എന്നർത്ഥം വരുന്നതല്ലേ. അപ്പൊ എ ആണ് ആൻസർ വരിക കേട്ടോ. ഇഷ്ടം എന്നാണ്. അടുത്തത് ഈ ക്വസ്റ്റ്യൻ നോക്കാം. കയ്യെത്താ ഉയരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കയ്യെത്താ ഉയരം പറഞ്ഞാല് കൈ എത്താത്ത ഉയരം എന്നാണ് അല്ലെ. അപ്പൊ കൈ എത്താത്ത ഉയരം ബി ആണ് കേട്ടോ ആൻസർ വരിക. പ്രവർത്തനം 2, കണ്ടെത്താം എഴുതാം. ചക്ക പഴുത്തു, മണം പരന്നു, പപ്പുവിന് കൊതിയായി. ചക്ക മുറിച്ചതും അവൻ വേഗം തിന്നാൻ തുടങ്ങി. കണ്ടുനിന്ന മുത്തശ്ശി പറഞ്ഞു, മതിയാക്ക്, അധികമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ലേ? മതിയാക്ക്, അധികമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ലേ? ഇനി എന്താ ചോദ്യങ്ങൾ നോക്കാം. അടിവര ഇട്ടിരിക്കുന്ന പദക്കൂട്ട് ചേർത്ത് മറ്റൊരു വാക്യം എഴുതും. അപ്പൊ ഏതാണ് അടിവര ഇട്ട പദക്കൂട്ടം? വേഗം എന്നുള്ളതാണ്. ഇത് വെച്ചിട്ട് വേറൊരു വാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മീനു വേഗം നടക്കാൻ തുടങ്ങി എന്ന് എഴുതാം. അല്ലെങ്കിൽ മീനു വേഗം ഓടാൻ തുടങ്ങി, അങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. കൊതിയായി എന്ന പദം ശരിയായി പിരിച്ചെഴുതൂ. അപ്പൊ കൊതിയായി എന്നെങ്ങനെ നമ്മൾ പിരിച്ചെഴുതാം? കൊതി പ്ലസ് ആയി എന്നാണ് അല്ലെ. സി ക്വസ്റ്റ്യൻ നോക്കാം. അധികമായാൽ അമൃതം വിഷം എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം ഒരു വാക്യത്തിൽ എഴുതൂ. എന്തും കൂടുതലായാൽ അത് നല്ലതല്ല എന്നാണല്ലേ അതിന്റെ അർത്ഥം. ബി ക്വസ്റ്റ്യൻ നോക്കാം. പപ്പുവിന്റെ കടങ്കഥാ ശേഖരം നോക്കൂ. കടങ്കഥയിൽ ഒളിച്ചിരിക്കുന്നത് ആരാണ്? അപ്പൊ കടങ്കഥ നമുക്ക് നോക്കാം. കണ്ണുണ്ട്, ചെവിയില്ല, വായില്ല, വയറുണ്ട്. വയറു നിറയെ വെള്ളം, ഞാൻ ആരാണെന്നറിയാമോ? മനസ്സിലായില്ലേ? നാളികേരമാണല്ലേ. നാളികേരം എന്ന് എഴുതുക കേട്ടോ. ഏതെങ്കിലും പലഹാരത്തിന്റെ പേര് ഉത്തരമായി വരുന്ന കടങ്കഥ തയ്യാറാക്കൂ. അപ്പൊ ഏതെങ്കിലും പലഹാരത്തിന്റെ പേര് ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. എന്തെഴുതാം? ശീശി രണ്ടൊച്ച എടുത്തു നോക്കിയപ്പോൾ 100 ഓട്ട. ദോശ അല്ലെ. അല്ലെങ്കിൽ എണ്ണക്കുഴിയിൽ കുളിച്ചു വരും
ഉരുണ്ടുരുണ്ടൊരു ഉണ്ണിപ്പെണ്ണ് മധുരക്കാരി ഞാനാര്. ആരാണത്? നെയ്യപ്പ അല്ലെ. ഒന്നല്ലെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ കുഴലിൽ കയറി ആവിയിലിരുന്ന് ഒറ്റക്കുത്തിന് പുറത്തേക്കു ചാടി. മനസ്സിലായില്ലേ? പുട്ട അല്ലെ. ഇതുപോലെ ഏതെങ്കിലും ഒന്ന് എഴുതുക കേട്ടോ. പ്രവർത്തനം 4-ൽ 4A 4B എന്നീ രണ്ടെണ്ണം ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പൊ പ്രവർത്തനം 4-ല് എയും ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എ നമുക്ക് നോക്കാം. അറിയിപ്പ് തയ്യാറാക്കാം എന്നാണ് കേട്ടോ. പപ്പുവിന്റെ സ്കൂളിൽ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് വർണ്ണോത്സവം, രചനോത്സവം, കഥോത്സവം എന്നിങ്ങനെ വിവിധ ഉത്സവങ്ങൾ തുടങ്ങുകയാണ്. വർണ്ണോത്സവത്തിന് എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. അത് കാണാൻ രക്ഷിതാക്കളെ ക്ഷണിച്ചുകൊണ്ട് അറിയിപ്പ് തയ്യാറാക്കൂ. അപ്പൊ അറിയിപ്പ് തയ്യാറാക്കാനാണ്. എന്തിന്റെ അറിയിപ്പാണ് തയ്യാറാക്കേണ്ടത്? പപ്പുവിന്റെ സ്കൂളില് വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് വിവിധ ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. അതില് എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിയിട്ട് ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. അത് രക്ഷിതാക്കളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അറിയിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അറിയിപ്പ് എന്ന് എഴുതാം. പ്രിയ രക്ഷിതാക്കളെ എന്ന് എഴുതാം. നമ്മുടെ സ്കൂളിൽ 30-3-2026 രാവിലെ 10 മണി മുതൽ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് വിവിധ ഉത്സവങ്ങൾ നടത്താൻ തീരുമാനിച്ച വിവരം നിങ്ങളെ ഏവരെയും അറിയിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് കുട്ടികളെയെല്ലാം ഉൾപ്പെടുത്തി ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മത്സരത്തിനു ശേഷം ചിത്രങ്ങളുടെ പ്രദർശനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അത് കാണുന്നതിനായി നിങ്ങളെ ഏവരെയും സാദരം ക്ഷണിക്കുന്നു എന്ന് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്റ്റേഴ്സ് എന്ന് എഴുതുക. എന്നിട്ട് ഒപ്പിടുക കേട്ടോ. പിന്നെ സ്ഥലവും തീയതിയും കൊടുക്കണം. സ്ഥലം ഏതെങ്കിലും സ്ഥലം കൊടുക്കുക. അതുപോലെ തീയതി കൊടുക്കുന്ന സമയത്ത് എന്നാണ് സ്കൂളിൽ വാർഷികോത്സവം നടക്കുന്നത്? 30-3-2026 അല്ലെ. അതിന് മുന്നേ ആയിരിക്കുമല്ലോ ഈ അറിയിപ്പ് തയ്യാറാക്കുന്നുണ്ടാവുക. അപ്പൊ അതിന് മുന്നേ ഉള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക കേട്ടോ. 4B കത്തെഴുതാം. വർണ്ണോത്സവത്തിന് സ്കൂളിൽ ഒരുക്കുന്ന ചിത്ര പ്രദർശനം കാണാൻ കൂട്ടുകാരനെ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്തെഴുതൂ. അപ്പൊ ഒരു കത്തെഴുതാനാണ് സ്കൂളിലെ വർണ്ണോത്സവത്തിന് കൂട്ടുകാരനെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കത്തെഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് സ്ഥലവും തീയതിയും എഴുതണം. എന്നിട്ട് അഭിസംബോധന ചെയ്തിട്ട് എഴുതണം. പ്രിയപ്പെട്ട കൂട്ടുകാര എന്ന് എഴുതണം. എന്നിട്ട് 3 ഖണ്ഡികയായിട്ട് വേണം കേട്ടോ കത്ത് എഴുതാനായിട്ട്. ആദ്യത്തെ ഖണ്ഡികയില് എന്തൊക്കെയുണ്ട് വിശേഷം, നിനക്ക് സുഖം തന്നെയല്ലേ, എനിക്കിവിടെ സുഖം തന്നെ എന്ന് പറഞ്ഞിട്ട് എഴുതുക. അടുത്ത ഖണ്ഡികയില് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കത്ത് എഴുതുന്നത്? ചിത്ര പ്രദർശനം ഉണ്ട്, അതിനെ ക്ഷണിക്കുകയാണ് അല്ലെ. അത് കാണാനായിട്ട് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തല്ലേ, ആ വിഷയം അവിടെ എഴുതുക. അടുത്തത് 3-ാമത്തെ ഖണ്ഡികയില് അച്ഛനോടും അമ്മോടും എന്റെ അന്വേഷണം പറയണം, കത്ത് ചുരുക്കുന്നു, നേരിൽ കാണുമ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയാം എന്നുള്ളത് എഴുതിയിട്ട് പൂർത്തിയാക്കാം കേട്ടോ. അപ്പൊ ആദ്യം എഴുതുമ്പോ സ്ഥലം തീയതി എഴുതുക. എന്നിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാര എന്ന് എഴുതുക. എന്തൊക്കെയുണ്ട് വിശേഷം, നിനക്ക് സുഖം തന്നെയല്ലേ, എനിക്കിവിടെ സുഖം തന്നെ. എന്റെ സ്കൂളിൽ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് 30-3-2026 ഉച്ചയ്ക്ക് 2 മണിക്ക് കുട്ടികളുടെ ചിത്രരചനാ മത്സരം നടക്കുന്നുണ്ട്. അതിനുശേഷം വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. ഞാനും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിന്നെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. നീ തീർച്ചയായും വരണം. അച്ഛനോടും അമ്മയോടും എന്റെ അന്വേഷണം പറയണം. നേരിൽ കാണുമ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയാം. ഞാൻ ഈ കത്ത് ചുരുക്കട്ടെ എന്ന് നിന്റെ സ്വന്തം പേര് എഴുതുക കേട്ടോ. പ്രവർത്തനം 5-ൽ 5A 5B എന്നീ രണ്ടെണ്ണം ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 5 എന്ന് പറഞ്ഞിട്ട് 5Aയും 5Bയും ഉണ്ട്. ഏതെങ്കിലും ഒന്നിനാണ് ഉത്തരം എഴുതണ്ടുള്ളൂ കേട്ടോ. 5A എന്ന് പറയുന്നത് കഥ പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 5B എന്ന് പറയുന്നത് വരികൾ കൂട്ടിച്ചേർക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ 5A നമുക്ക് നോക്കാം. രചനോത്സവത്തിന് മിയ എഴുതിയ കഥയുടെ ആദ്യ ഭാഗമാണ് ചുവടെയുള്ളത്. കഥ പൂർത്തിയാക്കൂ, കഥയ്ക്ക് തലക്കെട്ടും നൽകൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മിയ എഴുതിയ കഥയുടെ ആദ്യ ഭാഗം നമുക്ക് വായിച്ചു നോക്കാം. ഏലമലക്കാട്ടിലെ പേരാലിന്റെ ചോട്ടിൽ അരിമണിയുണ്ടെന്ന വാർത്ത ഉറുമ്പിൻ കൂട്ടം അറിഞ്ഞു. ഉറുമ്പുകളെല്ലാം വരിവരിയായി അവിടേക്ക് യാത്രയായി. യാത്രക്കിടയിലാണ് പുളിയനുറുമ്പ് ആ കാഴ്ച കണ്ടത്. ദൂരെ കുട്ടികൾ ആർത്ത് രസിച്ചു കളിക്കുന്നു. പുളിയനുറുമ്പ് കൂട്ടം മാറി കുട്ടികൾക്കരികിലേക്ക് നടന്നു. ബാക്കി നമുക്ക് ഇങ്ങനെ എഴുതാം. അവരുടെ കളികൾ കണ്ട് പുളിയനുറുമ്പ് ആസ്വദിച്ചങ്ങനെ നിന്നു. കൂട്ടം മാറി വന്ന കാര്യം അവൻ മറന്നുപോയി. പെട്ടെന്ന് മേഘം ഇരുണ്ടു, മഴ പെയ്യാൻ തുടങ്ങി. കുട്ടികൾ കളി നിർത്തി ഓടിപ്പോയി. അപ്പോഴാണ് പുളിയനുറുമ്പിന് തന്റെ കൂട്ടത്തെ പറ്റി ഓർമ്മ വന്നത്. പെട്ടെന്ന് ഇടിവെട്ടി. അവൻ പേടിച്ചു വിറച്ചു. അവന്റെ കൂട്ടുകാരെ തിരഞ്ഞ് കുറേ ദൂരം നടന്നു. അവന്റെ കൂട്ടത്തെ എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല.
അവൻ ഏറെ വിഷമിച്ചു. അപ്പോഴാണ് കുറ്റിക്കാടുകൾക്കിടയിൽ മഴക്കൊള്ളാതെ നിൽക്കുന്ന അവന്റെ കൂട്ടുകാരെ അവൻ കണ്ടത്. അവൻ അവന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. കൂട്ടം തെറ്റിപ്പോയാൽ അപകടമാണെന്ന് പറഞ്ഞ് നേതാവ് അവനെ ശകാരിച്ചു. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് അവൻ അവർക്ക് ഉറപ്പ് കൊടുത്തു. ഇങ്ങനെ എഴുതാട്ടോ. തലക്കെട്ടായിട്ട് എന്തെഴുതാം? പുളിയനുറുമ്പിനു പറ്റിയ അമളി എന്ന് എഴുതാം അല്ലെ. 5B വരികൾ കൂട്ടിച്ചേർക്കാം. കാവ്യോത്സവത്തിന് 3ാം ക്ലാസ്സിലെ കൂട്ടുകാർ പാടിയ പാട്ടിന്റെ വരികളാണ് ചുവടെയുള്ളത്. കൂടുതൽ വരികൾ എഴുതി ചേർക്കൂ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വരികൾ നോക്കാം. ഏലമലക്കാട്ടിലെ പേരാലിൻ ചോട്ടിൽ ആരുണ്ട് ആരുണ്ട്, അരിമണി തിന്ന് വയറു നിറയ്ക്കാൻ ഉറുമ്പുണ്ടേ ഉറുമ്പുണ്ടേ. അങ്ങനെയാണ് അല്ലെ. അടുത്തത്, ഏലമലക്കാട്ടിലെ തേന്മാവിൻ കൊമ്പിൽ ആരുണ്ട് ആരുണ്ട്, മാന്തളിർ കൊത്തി പാട്ടുകൾ പാടാൻ കുയിലുണ്ടേ കുയിലുണ്ടേ. അടുത്തത് 4 വരികൾ നമ്മൾ കൂട്ടിച്ചേർക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം തന്നിരിക്കുന്നത് ഏലമലക്കാട്ടിലെ പേരാലിന്റെ ചോട്ടില് ആരുണ്ട് ആരുണ്ട് എന്ന് ചോദിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ അരിമണി തിന്നാൻ ഉറുമ്പുണ്ട് ഉറുമ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് കണ്ടോ, ഏലമലക്കാട്ടിലെ തേന്മാവിൻ ചോട്ടില് ആരുണ്ട് ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ മാന്തളിർ കൊത്തി പാട്ടുകൾ പാടാൻ കുയിലുണ്ട് കുയിലുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇതുപോലെ നമുക്ക് എങ്ങനെ എഴുതാം? ഏലമലക്കാട്ടിലെ പ്ലാവിൻ കൊമ്പിൽ ആരുണ്ട് ആരുണ്ട് എന്ന് എഴുതാലോ. എന്നിട്ട് എന്തെഴുതാം? ചുള തിന്ന് ചിൽച്ചിൽ പാടാൻ അണ്ണാനുണ്ടേ അണ്ണാനുണ്ടേ. അല്ലെങ്കിൽ ഏലമലക്കാട്ടിലെ പ്ലാവിൻ കൊമ്പിൽ ആരുണ്ട് ആരുണ്ട്, ചുള കൊത്തി തിന്ന് വയറു നിറയ്ക്കാൻ കാക്കച്ചാരുണ്ടേ കാക്കച്ചാരുണ്ടേ.